Hi dear students. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അതിൻ്റെ സുവോളജി പേപ്പറിൻ്റെ ഡിസ്കഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പേപ്പർ കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിട്ടുള്ള പേപ്പറാണ്. എന്നാലും ചിലപ്പോൾ കെയർലെസ് ആണെങ്കിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ എ ആണ് ആദ്യം. അതിൽ ക്വസ്റ്റ്യൻ 151 നോക്കാം. ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. നെയിമിംഗ് ഈസ് പോസിബിൾ when organism is described correctly. അതായത് ലിവിങ് വേൾഡിൻ്റെ ക്വസ്റ്റ്യനാണ്, ടാക്സോണമിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അവിടെ നെയിമിംഗ് ഈസ് പോസിബിൾ വെൻ ഓർഗാനിസം ഈസ് ഡിസ്ക്രൈബ്ഡ് കറക്റ്റ്ലി, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ സയൻറ്റിഫിക് നെയിംസ് ഫോർ പ്ലാന്റ്സ് ആർ ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ പ്രൊവൈഡഡ് ഇൻ ICBN, അത് കറക്റ്റാണ്. ദെൻ description of any organism should enable the people in any part of the world to arrive at the same name. അതാണ് നമ്മുടെ ബയോളജിക്കൽ നെയിമിംഗ് പ്രോസസ്സിൻ്റെ ഉദ്ദേശം. ഓക്കെ, കാറ്റഗറി ഡിനോട്ട്സ് റാങ്ക് ആൻഡ് ദീസ് കാറ്റഗറീസ് ഓർ റാങ്ക്സ് ആർ മിയർലി മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ്, അത് തെറ്റാണ്. ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഓരോ പൊസിഷൻ, ഓരോ കാറ്റഗറി അല്ലെങ്കിൽ നമുക്ക് ടാക്സോൺ എന്ന് പറയാം. ഓരോ ടാക്സോൺ അല്ലെങ്കിൽ ഓരോ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. അതൊരു ഇറ്റ് ഇസ് എ റാങ്ക് അല്ലെങ്കിൽ ഒരു പൊസിഷൻ, അല്ലാതെ അത് മിയർലി മോർഫോളജിക്കൽ അഗ്രിഗേഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഇവിടെ റോങ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 152 ആണ്. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് കിങ്ഡം അനിമാലിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഫ്ലാറ്റ് വേംസ് ആർ മോസ്റ്റ്ലി എൻഡോ പാരസൈറ്റ്സ്, കറക്റ്റാണ്. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെ മെമ്പേഴ്സ് എൻഡോ പാരസൈറ്റുകളാണ്. ദെൻ അടുത്ത, ഇൻ ഓൾ മെമ്പേഴ്സ് ഓഫ് ഫൈലം ആർത്രോപോഡ എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് റോങ് ആണ്. അതായത് ജനറലായിട്ട് നമുക്ക് ഫൈലം ആർത്രോപോഡയ്ക്ക് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണെന്ന് പറയാം. പക്ഷേ ഇൻ ഓൾ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് റോങ് ആണ്. കാരണം ക്രസ്റ്റേഷ്യൻസ്, പ്രോൺസ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, ഈ ഒരു ഗ്രൂപ്പുകാർ ഗ്രീൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ആൻറ്റനറി ഗ്ലാൻസ് ആണ് എക്സ്ക്രീഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കിങ് ക്രാബ്, ലിമുലസ്, അപ്പോൾ അതിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ കോക്സൽ ഗ്ലാൻസ് ആണ്. അപ്പോൾ എല്ലാ മെമ്പേഴ്സും എല്ലാ ആർത്രോപോഡ്സും മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തെറ്റാണ്. Then all the general characters of Ascaris are similar to earthworm and due to this both are placed in the same phyla, അത് തെറ്റാണ്. അസ്കാരിസും എർത്ത്വേമും രണ്ടിൻ്റെയും ജനറൽ ക്യാരക്ടേഴ്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അസ്കാരിസ് ബിലോങ് ടു ഫൈലം ആഷെൽമിന്തസ് ആൻഡ് എർത്ത്വേം ബിലോങ്സ് ടു ഫൈലം അനലിഡ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ദെൻ മെമ്പേഴ്സ് ഓഫ് മൊളസ്ക ഹാവ് എ സെഗ്മെൻറ്റഡ് ബോഡി വിച്ച് ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ്, മസ്കുലാർ ഫൂട്ട് ആൻഡ് വിസറൽ ഹമ്പ്, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഈ ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹമ്പ് അതൊക്കെ പറഞ്ഞിരിക്കുന്ന കറക്റ്റാണ്. പക്ഷേ ഇവിടെ മൊളസ്കിന് സെഗ്മെൻറ്റഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് റോങ് ആണ്. മൊളസ്ക എന്ന് പറയുമ്പോൾ അൺസെഗ്മെൻറ്റഡ് ബോഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 152. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ഫീമെയിൽ കോക്രോച്ച് ജെനൈറ്റൽ പൗച്ച് പൊസസ്, ജെനൈറ്റൽ പൗച്ച് അല്ലെങ്കിൽ ബ്രൂട്ട് പൗച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓപ്ഷൻ 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ 4, അതായത് ഫീമെയിൽ കോക്രോച്ചിൻ്റെ ബ്രൂട്ട് പൗച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഫീമെയിൽ ഗോണോപോർ, അതായത് ഫീമെയിൽ ജെനൈറ്റൽ പോർ ഉണ്ട്, കൊളാറ്റീരിയൽ ഗ്ലാൻസ് ഉണ്ട്, ഫീമെയിൽ ആക്സസറി ഗ്ലാൻസ്, പിന്നെ സ്പെർമാത്തീക്കൽ പോർ, സ്പേംസ് സ്റ്റോർ ചെയ്യാനുള്ള സാക്കുകളാണ് സ്പെർമാത്തീക്ക ഈസ് ഓപ്പണിംഗ് ഇൻ ടു ദി ഫീമെയിൽ ജെനൈറ്റൽ പൗച്ച്. അപ്പം ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പം ഈ കാര്യം നമ്മുടെ NCERTയിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചാൽ കാണാം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 154, മാച്ച് ഫോളോയിങ് റിയാക്ഷൻസ് വിത്ത് എൻസൈം. അപ്പോൾ അതിൽ ഒന്നാമത്തെ എ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് ഒരു സബ്സ്ട്രേറ്റ് ആണ്, S- വേറൊരു സബ്സ്ട്രേറ്റ് ആണ്. എസ് റെഡ്യൂസ്ഡ് പ്ലസ് S- ഓക്സിഡൈസ്ഡ്. അപ്പോൾ റിയാക്ഷൻ്റെ പ്രോഡക്റ്റുകൾ എന്താ? എസ് ഓക്സിഡൈസ്ഡ് ആയി, S- റെഡ്യൂസ്ഡ് ആയി. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓക്സിഡോ റിഡക്റ്റേസ് 3 ആണ്, ഓക്സിഡോ റിഡക്റ്റേസ്. ദെൻ അടുത്തത് എസ് ഒരു സബ്സ്ട്രേറ്റ് ആണ്. സബ്സ്ട്രേറ്റിൽ G എന്ന് പറയുന്ന ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. S-
പ്ലസ് എസ് ഡാഷ് ഗീവ്സ് എസ് പ്ലസ് എസ് ഡാഷ് ജി. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഗ്രൂപ്പിനെ മാറ്റി വേറൊരു സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന എൻസൈമുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫറേസസ്. ദെൻ ഇനി അതായത് ഓപ്ഷൻ 1 എടുക്കണം. ദെൻ സിയിൽ ഇപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. റിയാക്ഷൻ്റെ പ്രോഡക്റ്റായിട്ട് അതായത് ഈ സി സിംഗിൾ ബോണ്ട് സി അവിടെ ഇതിൽ ഈ 2 കാർബണിലും ഓരോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ് ആണ്, മറ്റത് വൈ ആണ്. റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ ഗ്രൂപ്പ് ഫ്രീ ആയി. സബ്സ്ട്രേറ്റിൽ നിന്ന് കാർബണിൽ നിന്ന് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്തു. കാർബൺ ആറ്റംസിനിടയ്ക്ക് ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ എൻസൈമിൻ്റെ പേരാണ് ലയേസസ്. 2 ആണ് ആൻസർ, ലയേസസ്. അപ്പോൾ 312 വരുന്ന ഓപ്ഷൻ 312 ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ 154-ന് ഓപ്ഷൻ 2 ആണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 155, given below are 2 statements. Fatty acids and glycerol cannot be directly absorbed into the blood. അത് നമുക്കറിയാം, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. ലിപ്പിഡ് ഡൈജഷൻ്റെ എൻ പ്രോഡക്റ്റുകളെ ഡയറക്റ്റായിട്ട് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. Then statement 2, specialized lymphatic capillaries called lacteals carry chylomicrons into lymphatic vessels and ultimately into blood. അത് കറക്റ്റാണ്. സി ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ എന്ന് പറയുമ്പോൾ ലിപ്പിഡ് ഡൈജഷൻ്റെ എൻ പ്രോഡക്റ്റുകൾ മ്യൂക്കോസൽ സെല്ലിനകത്ത് കയറിക്കഴിഞ്ഞാൽ അത് എൻ പ്രോഡക്റ്റുകൾ റീകൺസ്ട്രക്റ്റഡായി ഫാറ്റാവും. അപ്പോൾ ഫാറ്റിനെ ബ്ലഡ് വഴിയോ ലിംഫ് വഴിയോ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഫാറ്റ് വാട്ടർ സോളിബിൾ അല്ല. അപ്പോൾ ഫാറ്റിനെ വാട്ടർ സോളിബിൾ ആക്കാനായിട്ട് മ്യൂക്കോസൽ സെല്ലിൻ്റെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ച് ഫാറ്റിനെ പ്രോട്ടീൻ കൊണ്ട് കോട്ട് ചെയ്യും. അങ്ങനെ പ്രോട്ടീൻ കോട്ടഡ് ഫോമിലുള്ള ഫാറ്റിനെ വിളിക്കുന്ന പേരാണ് കൈലോമൈക്രോൺസ്. അപ്പോൾ കൈലോമൈക്രോൺസിന് സൈസ് കൂടുതലായതുകൊണ്ട് കാപ്പിലറി വാൾസ് വഴി ബ്ലഡിലോട്ട് ഡയറക്റ്റായിട്ട് കടക്കാൻ പറ്റില്ല, ലിംഫ് വെസലിനകത്തോട്ടാണ് കയറുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 കറക്റ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ടൈഡൽ വോള്യൂം. അപ്പോൾ ടൈഡൽ വോള്യൂം എന്താണെന്നറിയാമല്ലോ, വോള്യൂം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. അപ്പോൾ അവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ടൈഡൽ വോള്യൂമിൻ്റെ വാല്യൂ 500 ml. ദെൻ ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം. ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം എന്താണെന്നറിയാമല്ലോ, അഡീഷണൽ വോള്യൂം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഫോഴ്സിബിളി ഇൻസ്പയർഡ്. അതിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, 2500 to 3000 ml. ദെൻ വൈറ്റൽ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2 ആണ്. ERV പ്ലസ് TV പ്ലസ് IRV 2. ERV പ്ലസ് TV പ്ലസ് IRV, അതാണ് VC. ദെൻ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? IRV പ്ലസ് TV. IC ഈസ് ഈക്വൽ ടു IRV പ്ലസ് TV. 1 ആണ്. ഓക്കെ, 3421 ആണ് ആൻസർ വരുന്നത്. 3421 ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ 156-ന് ആൻസർ ഓപ്ഷൻ 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 157 നോക്കാം. കാസ്കേഡ് പ്രോസസ് ഡ്യൂറിങ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ആൻ എൻസൈം കോംപ്ലക്സ് വിച്ച് ഈസ് നോൺ ആസ്. അതായത് ഇപ്പോൾ ഇഞ്ചുവേർഡ് സൈറ്റിൽ ഇഞ്ചുവേർഡ് പ്ലേറ്റ്ലെറ്റ് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നു, ഇഞ്ചുവേർഡ് ടിഷ്യൂസ് റിലീസ് ടിഷ്യൂ ഫാക്ടേഴ്സ്. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സിൻ്റെ റിലീസ് നടന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന കൊയാഗുലേഷൻ ഫാക്ടേഴ്സിൻ്റെ ആക്ടിവേഷൻ പ്രോസസ്സ് നടക്കും. ആ ആക്ടിവേഷൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാസ്കേഡിംഗ് പാത്വേ. കാസ്കേഡിംഗ് പാത്വേയുടെ റിസൾട്ടായിട്ടൊരു എൻസൈം കോംപ്ലക്സ് ഉണ്ടാവുന്നു. ആ എൻസൈം കോംപ്ലക്സിൻ്റെ പേരാണ് ത്രോംബോകൈനേസ്. ഓപ്ഷൻ 4 ആണ്. ത്രോംബോകൈനേസ് ഇസ് ദി ആൻസർ. ഓക്കെ, പിന്നെ ത്രോംബിൻ കൊടുത്തിട്ടുണ്ട്. ബ്ലഡിൽ ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന എൻസൈമാണ് പ്രോത്രോംബിനെ ത്രോംബോകൈനേസ് ആക്ടിവേറ്റ് ചെയ്ത് ത്രോംബിനായിട്ട് മാറ്റുന്നു. ദെൻ ഫൈബ്രിനോജൻ ഇസ് ദി സോളിബിൾ പ്രോട്ടീൻ ഇൻ ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യുമ്പോൾ ഫൈബ്രിനോജൻ വിൽ ബി കൺവേർട്ടഡ് ആസ് ഇൻസോളിബിൾ ഫൈബ്രിൻ. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ദെൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ, അതാണ് അടുത്ത 158 ക്വസ്റ്റ്യൻ.
Then towards the center of inner convex surface of kidney. അപ്പോൾ കിഡ്നിയുടെ ഷേപ്പ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇന്നർ സർഫസ് കോൺകേവ് ആണ്. ഇന്നർ സർഫസ് ഈസ് കോൺകേവ്, കോൺവെക്സ് അല്ല. But towards the center of inner concave surface of kidney is a notch called Xylem. അപ്പം നോച്ചിൻ്റെ പേരൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇരിക്കുന്നത് ഇന്നർ കോൺകേവ് സർഫസിലാണ്. അപ്പോൾ ഓപ്ഷൻ 1 റോങ് ആണ്. Then each nephron has 2 parts, the glomerulus and the renal tubule. അത് കറക്റ്റാണ്. നെഫ്രോണിൻ്റെ 2 പാർട്സ് ആണ്, ഗ്ലോമർലസ് ആൻഡ് ദി റീനൽ ട്യൂബ്യൂൾ. Then the renal tubule begins with a double-walled cup-like structure called Bowman's capsule. അതും കറക്റ്റാണ്. Each kidney of an adult human measures 10 to 12 cm in length and 5 to 7 cm in width. അതും കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ദെൻ അടുത്തത് മൂവ്മെൻറ്റ് ആൻഡ് ലോക്കമോഷൻ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. മാച്ച് കോളംസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ. അതിൽ എച്ച് ബാൻഡ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. എ ബാൻഡിൻ്റെ നടുക്ക് മയോസിൻ ഫിലമെൻറ്റുകൾ മാത്രമുള്ള ബാൻഡാണ് എച്ച് ബാൻഡ്. ഓക്കെ, ഇവിടെ 3 എടുക്കാം. ബാൻഡ് ഹാവിങ് തിക്ക് ഫിലമെൻറ്റ്സ് ഓൺലി. മയോസിൻ ഫിലമെൻറ്റ്സ് തിക്ക് ഫിലമെൻറ്റുകളാണല്ലോ. തിക്ക് ഫിലമെൻറ്റുകൾ മാത്രമുള്ള ബാൻഡാണ് എച്ച് സോൺ. ദെൻ ബി സാർക്കോമിയർ എന്താണെന്നറിയാമല്ലോ. ഇറ്റ് ഇസ് ദി ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കോൺട്രാക്ഷൻ ഇൻ എ മസിൽ. അപ്പോൾ അവിടെ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സ്കെലിറ്റൽ മസിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ദെൻ എ ബാൻഡ് എന്ന് പറയുമ്പോൾ എ ബാൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മയോസിൻ ഫിലമെൻറ്റുകളാണ്. പക്ഷേ എ ബാൻഡിൻ്റെ അറ്റങ്ങളിൽ മയോസിൻ ഫിലമെൻറ്റ്സ് ആർ ഓവർലാപ്ഡ് ബൈ ആക്റ്റിൻ ഫിലമെൻറ്റ്സ്. അപ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ 2 ആണ്. ഏരിയ ഓഫ് സാർക്കോമിയർ വിത്ത് ഓവർലാപ്പിംഗ് തിക്ക് ആൻഡ് തിൻ ഫിലമെൻറ്റ്സ് എന്ന് എടുക്കാം. ഓക്കെ, ഐ ബാൻഡ് ലൈറ്റ് ബാൻഡാണ്. ഐ ബാൻഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ആക്റ്റിൻ ഫിലമെൻറ്റ്സ്. അപ്പോൾ അവിടെ ഐ ബാൻഡ് നോക്കാം. ഐ ബാൻഡ് ഏരിയ ഹാവിങ് ഓൺലി തിൻ ഫിലമെൻറ്റ്സ് 4. 3, 1, 2, 4 ആണ് എടുക്കേണ്ടത്. 3, 1, 2, 4. ഓപ്ഷൻ 1 ഇസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ 160 നോക്കാം. എഗെയിൻ മാച്ച് ദി ഫോളോയിങ് ആണ്. മാച്ച് കോളംസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ, അതാണ് ക്വസ്റ്റ്യൻ. ഫോവിയ എന്താണെന്നറിയാമല്ലോ. മാക്കുല ലൂട്ടിയയുടെ നടുക്ക് കാണുന്ന പിറ്റാണ് ഫോവിയ സെൻട്രാലിസ്. അപ്പോൾ ഇവിടെ നമുക്ക് മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് ഗ്രേറ്റസ്റ്റ് വിഷ്വൽ അക്യൂറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ റിസോൾവിങ് പവർ കിട്ടുന്നത് ഫോവിയ സെൻട്രാലിസിൽ ഫോം ചെയ്ത ഇമേജിനാണ്. അപ്പം 2 ആണ് അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഗ്രേറ്റസ്റ്റ് വിഷ്വൽ അക്യൂറ്റി. അടുത്തത് ഐറിസ് അതൊരു സർക്കുലാർ ഡയഫ്രം ആണ്, പിഗ്മെൻറ്റഡ് ഡയഫ്രം ഐറിസ്. അപ്പോൾ ഐറിസിൻ്റെ നടുക്ക് പ്യൂപ്പിളുണ്ട്. ഇവിടെ നമുക്ക് പ്രൊവൈഡ്സ് ഓപ്പണിംഗ് ഫോർ എൻട്രി ഓഫ് ലൈറ്റ്, അതാണ് 1 എടുക്കാം. പ്രൊവൈഡ്സ് ഓപ്പണിംഗ് ഫോർ ദി എൻട്രി ഓഫ് ലൈറ്റ്. ദെൻ പ്യൂപ്പിൾ കൺട്രോൾസ് ദി എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ്. പ്യൂപ്പിളിൻ്റെ ഡയമീറ്റർ കൂട്ടിയും കുറച്ചും ഐബോളിനകത്തോട്ട് കിടക്കുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കൺട്രോൾസ് എമൗണ്ട് ഓഫ് ലൈറ്റ് എൻറ്ററിങ് ദി ഐബോൾ. ദെൻ ലെൻസ്. അപ്പം ലെൻസിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫോക്കസസ് ലൈറ്റ് ഓൺ ദി റെറ്റിന എടുക്കാം 5. ദെൻ ഓപ്റ്റിക് നെർവ് റെറ്റിനയിൽ നിന്ന് ബ്രെയിനിലോട്ട് ഇൻഫർമേഷൻ എത്തിക്കുന്ന നെർവാണ്. ട്രാൻസ്മിറ്റ്സ് ഇൻഫർമേഷൻ ടു CNS 3 എടുക്കാം. ഓക്കെ, 2, 1, 4, 5, 3. 2, 1, 4, 5, 3. ഓപ്ഷൻ 4 എടുക്കാം. ഓക്കെ, 160ക്ക് ഓപ്ഷൻ 4 ആണ് ആൻസർ വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 161 നോക്കാം. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആർ സെക്രീറ്റഡ് ബൈ നോൺ എൻഡോക്രൈൻ ടിഷ്യൂസ് കറക്റ്റാണ്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ചില നോൺ എൻഡോക്രൈൻ ഓർഗൻസ് റിലീസ് ചെയ്യുന്ന ഹോർമോണിന് ഒരു എക്സാമ്പിളാണ് ഗ്രോത്ത് ഫാക്ടർ. ഓക്കെ, ദെൻ എറിത്രോപോയിറ്റിൻ ഇസ് എ സ്റ്റിറോയിഡ് ഹോർമോൺ. തെറ്റല്ലേ? എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡാണ്, സ്റ്റിറോയിഡ് അല്ല. സ്റ്റിറോയിഡ് ഹോർമോൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് സ്റ്റിമുലേറ്റ്സ് എറിത്രോപോയിസിസ് എന്ന് പറയുന്നത് കറക്റ്റാണ്, പക്ഷെ അതിൻ്റെ കെമിക്കൽ നേച്ചർ പറഞ്ഞിരിക്കുന്ന റോങ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ ലാർജ് എമൗണ്ട് ഓഫ് ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് ആർ ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രീനൽ കോർട്ടെക്സ് വിച്ച് പ്ലേ എ റോൾ ഇൻ ഗാമെറ്റോജെനിസിസ്.
ശരി, റോങ് ആണ്. അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സ് റിലീസ് ചെയ്യുന്ന ആൻഡ്രോജനിക് സ്റ്റിറോയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൽ പാറ്റേണിലുള്ള ഹെയർ ഗ്രോത്ത്, ആക്സിയൽ ഹെയർസ്, ഫേഷ്യൽ ഹെയർസ്, പ്യൂബിക് ഹെയർസ്, ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോണാണ് മെയിൻലി അഡ്രീനൽ ആൻഡ്രോജൻസ്. അപ്പം ഗാമിറ്റോജെനസിസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അത് റോങ് ആണ്. ഗ്ലൂക്കാഗോൺ ഇൻക്രീസസ് സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്, തെറ്റല്ലേ? അപ്പം നമുക്ക് NCERT-യിൽ നോക്കിയാൽ അറിയാം, ഗ്ലൂക്കാഗോൺ ഇൻഹിബിറ്റ്സ് ദി സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ ആക്ച്വലി സെല്ലുലാർ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? ഇൻസുലിനാണ്. ഓക്കെ, അപ്പോൾ അവിടെ 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റാണ്. ഓപ്ഷൻ 1 മാത്രമാണ് കറക്റ്റ്. സോ ഓപ്ഷൻ 1 is the answer. Then question 162 നോക്കാം. Choose an incorrect statement among the following. In unicellular organisms, living world-ലെ question ആണ്. In unicellular organisms, growth and reproduction are mutually inclusive events. കറക്റ്റ് ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് ഗ്രോത്ത് നടക്കുന്നതും സെൽ ഡിവിഷനിലൂടെയാണ്, റീപ്രൊഡക്ഷൻ നടക്കുന്നതും സെൽ ഡിവിഷനിലൂടെ. സോ അത് കറക്റ്റ്. ഇൻകറക്റ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് സെൽ ഡിവിഷൻ ഓൾവേസ് ഇംപ്ലൈസ് റീപ്രൊഡക്ഷൻ, തെറ്റാണല്ലോ. അപ്പം മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിൻ്റെ കേസിൽ സെൽ ഡിവിഷനും അതായത് ഗ്രോത്തും റീപ്രൊഡക്ഷനും 2 ഡിഫറെൻറ്റ് ഈവൻറ്റുകളാണ്. അപ്പോൾ അവിടെ നമുക്കത് റോങ് ആക്കണം. ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് സെൽ ഡിവിഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്, അത് കറക്റ്റാണ്. 2 ഡിഫറെൻറ്റ് ഈവൻറ്റുകളാണ് ഗ്രോത്തും reproduction. Then in unicellular organisms cell division is itself a mode of reproduction, അത് കറക്റ്റാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വളരുന്നതും സെൽ ഡിവിഷനിലൂടെയാണ്, അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നതും സെൽ ഡിവിഷനിലൂടെയാണ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. ഓപ്ഷൻ 2 is the answer. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ 163 നോക്കാം. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ചൂസ് ഓപ്ഷൻ വിച്ച് ഹാസ് കറക്റ്റ് ഓൺസ് ഓൺലി. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ബോഡി ഓഫ് ആർത്രോപോഡ്സ് ജനറലി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, കറക്റ്റാണ്. ഇൻ മെമ്പേഴ്സ് ഓഫ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് അലിമെൻ്ററി കെനാൽ ഈസ് കംപ്ലീറ്റ്, തെറ്റല്ലേ? ഇപ്പോൾ പ്ലാറ്റിഹെൽമിന്തസിന് അലിമെൻ്ററി കെനാൽ ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് വിത്ത് വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്, അത് ആപ്ലിക്കബിൾ അല്ല. അത് ആഷൽമിന്തസിൻ്റെ ക്യാരക്ടറാണ് തന്നിരിക്കുന്നത്. അടുത്തത് ബോഡി ഓഫ് മോളസ്കൻസ് ഈസ് സെഗ്മെൻറ്റഡ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ്, മസ്കുലാർ ഫുഡ്, ഇവിടെ അൺസെഗ്മെൻറ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി ഓഫ് മോളസ്കൻസ് ഈസ് അൺസെഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ്, മസ്കുലാർ ഫുഡ് ആൻഡ് വിസറൽ ഹംപ്, അത് കറക്റ്റാണ്. unsegmented with distinct head, muscular foot, visceral hump. Okay. Then in annelids, neural system consists of paired ganglia connected by lateral nerves. അതൊക്കെ കറക്റ്റാണ്. paired ganglia ഉണ്ട് and the ganglia is connected by lateral nerves to a double dorsal nerve cord അല്ല. അപ്പം നോൺ കോഡേറ്റുകളാവുമ്പോൾ അവരുടെ നെർവ് കോഡ് ഡബിൾ ആണ്, പക്ഷേ ഡോർസൽ അല്ല, വെൻട്രൽ ആണ്. അതായത് അനലിഡ്സിൻ്റെ സെറിബ്രൽ ഗാംഗ്ലിയെ വെൻട്രൽ സൈഡിലുള്ള ഡബിൾ വെൻട്രൽ നെർവ് കോഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ജോഡി ലാറ്ററൽ നെർവ്സ് ആണ്. അപ്പോൾ ഇവിടെ ഡോർസൽ നെർവ് കോഡ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ദി ഓപ്ഷൻ ദാറ്റ് ഹാസ് കറക്റ്റ് വൺസ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് എയും സിയും ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 164 നോക്കാം. വാട്ട് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് മൈക്രോവില്ലൈ? മൈക്രോവില്ലൈ ഉള്ള സെല്ലുകൾ എന്താണെന്നറിയാലോ? ബ്രഷ് ബോർഡേഡ് സെൽസ്, ഇങ്ങനെ എപ്പിക്കൽ പാർട്ടിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉള്ള സെല്ലുകളെയാണ് സെൽസ് വിത്ത് മൈക്രോവില്ലൈ അല്ലെങ്കിൽ ബ്രഷ് ബോർഡേഡ് സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ഓപ്ഷൻ എടുക്കുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയ, കറക്റ്റാണ്. ഫൗണ്ട് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് PCT, കറക്റ്റാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ബ്രഷ് ബോർഡേഡ് കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ മ്യൂക്കോസയിൽ ബ്രഷ് ബോർഡേഡ് കോളുംനാർ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. അതേസമയം PCT ഈസ് ലൈൻഡ് ബൈ ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ്. സോ ഓപ്ഷൻ 2 കറക്റ്റാണ്.
മെൻറ്റ് ഫോർ അബ്സോർപ്ഷൻ അതും കറക്റ്റാണ്. അതായത് ഈ മൈക്രോവില്ലൈ അല്ലെങ്കിൽ ബ്രഷ് മോഡേഡ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ അബ്സോർപ്റ്റീവ് ഏരിയ കൂട്ടാനുള്ള സംവിധാനമാണ്. അപ്പം മെൻറ്റ് ഫോർ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ്. ദെൻ ദീസ് ഷോ സീലിയറി ആക്ഷൻ അത് തെറ്റാണ്. അപ്പം സീലിയറി ആക്ഷൻ കാണിക്കണമെങ്കിൽ എപ്പിത്തീലിയത്തിൻ്റെ ഫ്രീ സർഫസിൽ എന്ത് വേണ്ടി വരും? സീലിയ വേണം. എപ്പിത്തീലിയത്തിൻ്റെ ഫ്രീ സർഫസിൽ ഇതുപോലെ സീലിയ ഉണ്ടെങ്കിൽ അത് സീലിയറി ആക്ഷൻ എക്സിബിറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 165 നോക്കാം. സ്റ്റഡി ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ലിവിങ് സ്റ്റേറ്റ്, ലിവിങ് വേൾഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലിവിങ് സ്റ്റേറ്റ് ഈസ് നോൺ ഈക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ്. കറക്റ്റ് അല്ലേ? നോൺ ഈക്വിലിബ്രിയം സ്റ്റഡി സ്റ്റേറ്റ്. ദെൻ സിസ്റ്റം അറ്റ് ഈക്വിലിബ്രിയം കനോട്ട് പെർഫോം വർക്ക്. കറക്റ്റാണ്. ഈക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തിയ ഒരു സിസ്റ്റത്തിന് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ലിവിങ് പ്രോസസ് ഈസ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ടു പ്രിവെൻറ്റ് ദി സിസ്റ്റം ഫോളിങ് ഇൻ ടു ഈക്വിലിബ്രിയം അതും കറക്റ്റാണ്. വിത്തൗട്ട് മെറ്റബോളിസം ദർ കനോട്ട് ബി എ ലിവിങ് സ്റ്റേറ്റ്. അതായത് ലിവിങ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മെറ്റബോളിസം. സോ അതും കറക്റ്റാണ്. ഇപ്പം 4 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഇവിടെ ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓൾ ഓഫ് ദി എബോവ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 166 എടുക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പെയേഴ്സ് ഓഫ് ദി കൈൻഡ്സ് ഓഫ് സെൽസ് ആൻഡ് ദെയർ സെക്രീഷൻ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? അതിൽ ഓക്സിൻറ്റിക് സെൽസ് എവിടെയാണ് കാണുന്നതെന്ന് അറിയാമല്ലോ. ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളിൽ കാണുന്ന സെൽ ടൈപ്പാണ് ഓക്സിൻറ്റിക് സെൽസ്, അല്ലെങ്കിൽ നമുക്ക് പെരൈറ്റൽ സെൽസ് എന്ന് പറയാം. അപ്പം അതിന് കൊടുത്തിരിക്കുന്നത് എ സെക്രീഷൻ ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ അബ്സോർപ്ഷൻ ഓഫ് വൈറ്റമിൻ B12 അത് കറക്റ്റാണ്. അപ്പോൾ ഓക്സിൻറ്റിക് അല്ലെങ്കിൽ പെരൈറ്റൽ സെൽസ് റിലീസ് ചെയ്യുന്ന സെക്രീഷനാണ് ഇൻട്രൻസിക് ഫാക്ടർ. അപ്പോൾ ഈ ഇൻട്രൻസിക് ഫാക്ടർ ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ഡയറ്ററി വൈറ്റമിൻ B12. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റാണ്. ദെൻ ആൽഫ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലോങ്കർ ഹാൻഡ്സ്. അപ്പോൾ പാൻക്രിയാറ്റിക് ഐലറ്റ്സിലുള്ള ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? ഗ്ലൂക്കാഗോൺ ആണ്. ഗ്ലൂക്കാഗോൺ എ സെക്രീഷൻ ദാറ്റ് ഡിക്രീസസ് ബ്ലഡ് ഷുഗർ ലെവൽ. തെറ്റാണ്. ഗ്ലൂക്കാഗോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഗ്ലൂക്കാഗോൺ ഇൻക്രീസസ് ബ്ലഡ് ഷുഗർ ലെവൽ. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ആണ് ഗ്ലൂക്കാഗോൺ. ദെൻ കപ്ഫർ സെൽസ് എന്ന് പറയുന്നത് ലിവറിൽ കാണുന്ന പെർമനൻറ്റ് മാക്രോഫേജുകളാണ് കപ്ഫർ സെൽസ്. അപ്പോൾ അവരുടെ ഫംഗ്ഷൻ എന്താ? ഫാഗോസൈറ്റോസിസ് ആണ് ഫംഗ്ഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്രീറ്റ്സ് എ ഡൈജസ്റ്റീവ് എൻസൈം ദാറ്റ് ഹൈഡ്രോലൈസസ് ന്യൂക്ലിക് ആസിഡ്സ്. അത് റോങ് ആണ്. അപ്പോൾ കപ്ഫർ സെൽസ് ആർ ഫാഗോസൈറ്റിക് സെൽസ് ഓഫ് ലിവർ. പെർമനൻറ്റ് മാക്രോഫേജുകളാണ് കപ്ഫർ സെൽസ്, ലിവറിൽ കാണുന്ന പെർമനൻറ്റ് മാക്രോഫേജസ്. ദെൻ സെബേഷ്യസ് ഗ്ലാൻസ് എ സെക്രീഷൻ ദാറ്റ് ഇവോപ്പറേറ്റ്സ് ഫോർ കൂളിംഗ്. അപ്പോൾ ഇവോപ്പറേറ്റീവ് കൂളിംഗ് ഇഫക്റ്റ് തരുന്ന സെക്രീഷൻ ഏതാണ്? സ്വെറ്റ് ആണ് അല്ലേ? സ്വെറ്റ് റിലീസ് ചെയ്യുന്ന സ്വെറ്റ് ഗ്ലാൻസ് ആണ്, സെബേഷ്യസ് ഗ്ലാൻസ് അല്ല. സെബേഷ്യസ് ഗ്ലാൻഡുകളുടെ സെക്രീഷൻ സിബം ആണ്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ റോങ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ്ലി മാച്ച്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ 1 മാത്രം. ഓപ്ഷൻ 1 ഇസ് ദി ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ 167 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് മാച്ച്? തെറ്റായിട്ടുള്ള മാച്ച് കണ്ടുപിടിക്കുക. ടൈഡൽ വോള്യൂം 500 ml ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. കറക്റ്റാണ്. ടൈഡൽ വോള്യൂം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ് അത് 500 ml ആണ്. കറക്റ്റാണ്. ദെൻ വൈറ്റൽ കപ്പാസിറ്റി 4500 ml ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ് അത് കറക്റ്റാണ്. വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് ആഡ് ചെയ്ത് നോക്കാം. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ TV പ്ലസ് IRV പ്ലസ് ERV. ഓക്കെ, ആദ്യം ഞാൻ IRV വാല്യൂ എഴുതാം. 2500 to 3000 ml. ദെൻ TV ഇവിടെയും ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം TV. ദെൻ ERV എത്രയാ? 1000 to 1100 ml. ഓക്കെ, വാല്യൂസ് ആഡ് ചെയ്താൽ ദെൻ 4600 to 4600 ml അതാണ് വൈറ്റൽ കപ്പാസിറ്റിയുടെ വാല്യൂ. ഇവിടെ 4500 ml എന്ന് കൊടുത്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ് വാല്യൂ, അത് നമുക്ക് കറക്റ്റ് ആക്കാം. ഓക്കെ, ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം
4500 ml എന്ന് കൊടുത്തിട്ടുണ്ട്. IRV എത്രയാ? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം 2500 to 3000 ml ആണ്. 4500 ml അല്ല, അത് റോങ് ആണ്. ദെൻ റെസിഡുവൽ വോളിയം 1200 ml കൊടുത്തിട്ടുണ്ട്, കറക്റ്റാണ്. RV റെസിഡുവൽ വോളിയം ഈസ് 1100 to 1200 ml ആണ്. അപ്പോൾ അതും കറക്റ്റാണ്. ഇവിടെ ഇൻകറക്റ്റ് മാച്ചായിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഈസ് ദി ഇൻകറക്റ്റ് മാച്ച്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ 168 നോക്കാം. യൂണിവേഴ്സൽ അക്സെപ്റ്റർ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഹാവിങ് ഫോളോയിങ് ആൻറ്റിബോഡീസ്. അപ്പോൾ യൂണിവേഴ്സൽ അക്സെപ്റ്റർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് അല്ലേ? ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്? AB ബ്ലഡ് ഗ്രൂപ്പ് ഇസ് ദി യൂണിവേഴ്സൽ അക്സെപ്റ്റർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ്. അപ്പോൾ AB ബ്ലഡ് ഗ്രൂപ്പുകാരുടെ പ്രത്യേകത അറിയാലോ. അവരുടെ RBC മെംബ്രെയിനിൽ ആൻറ്റിജൻ എയും ഉണ്ട്, ആൻറ്റിജൻ ബിയും ഉണ്ട്, 2 ആൻറ്റിജൻസും ഉണ്ട്. പക്ഷേ പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ഇല്ല, ആൻറ്റിബോഡി ബിയും ഇല്ല. ആൻറ്റിബോഡി എ ആൻഡ് ബി ആർ ആബ്സെൻറ്റ് ഇൻ പ്ലാസ്മ. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന യൂണിവേഴ്സൽ അക്സെപ്റ്റർ ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് ഹാവിങ് ഫോളോയിങ് ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏത്? ഓപ്ഷൻ 4 ആണ്. നോ ആൻറ്റിബോഡീസ്. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ 169 നോക്കാം. ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? എത്ര സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് ആണെന്ന് നോക്കാം. ഹ്യൂമൻ കിഡ്നീസ് ക്യാൻ പ്രൊഡ്യൂസ് നിയർലി 4 times കോൺസെൻട്രേറ്റഡ് can produce urine nearly 4 times concentrated than the initial filtrate. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. ഇനിഷ്യൽ ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത് 300 milliosmoles per liter and the osmolarity of urine produced is 1200 milliosmoles per liter. അപ്പോൾ ഇനിഷ്യൽ ഫിൽട്രേറ്റിനേക്കാളും 4 times കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനാണ് ഹ്യൂമൻ കിഡ്നീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കറക്റ്റ്. Then counter current mechanism helps to maintain a concentration gradient in medullary interstitium. കറക്റ്റ് ആണ്. വാസാറെക്ടൈം ലൂപ്പ് ഓഫ് ഹെൻലിയും തമ്മിലുള്ള കൗണ്ടർ കറണ്ട് ഇഫക്റ്റ് കിഡ്നിയുടെ ഇൻ്റർസ്റ്റീഷ്യത്തിൽ ഓസ്മോളാരിറ്റി ഗ്രേഡിയൻറ്റ് റെഗുലേറ്റ് ചെയ്യും. ദ നിയർലി ഓൾ ഓഫ് ദി എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ 100% ഗ്ലൂക്കോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. Nearly all of the essential nutrients and 70 to 80% of electrolytes and water are reabsorbed by PCT. അത് കറക്റ്റാണ്. Then tubular secretion helps in maintenance of ionic and acid base balance of body fluids. അതും കറക്റ്റാണ്. ട്യൂബുലാർ സെക്രീഷൻ എന്തിനു വേണ്ടിയാണ്? ബോഡി ഫ്ലൂയിഡ്സിൻ്റെ pH റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അയോണിക് ബാലൻസ് റെഗുലേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയാണ് ട്യൂബുലാർ സെക്രീഷൻ. PCT, DCT, കളക്റ്റിംഗ് ഡക്റ്റ് ഇങ്ങനെയുള്ള സൈറ്റുകളിലാണ് ട്യൂബുലാർ സെക്രീഷൻ നടക്കുന്നത്. അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ 170 ജോയിൻറ്റുകളുടെ ക്വസ്റ്റ്യനാണ്, ഈസിയാണ്. ദെൻ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ആദ്യത്തത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന് എക്സാമ്പിൾ നമുക്കറിയാമല്ലോ. ഷോൾഡർ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ബിറ്റ്വീൻ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗേർഡിൽ, അതായത് പെക്ടോറൽ ഗേർഡിലിൻ്റെ സ്കാപ്പുലയിലുള്ള ഗ്ലീനോയിഡ് ക്യാവിറ്റിയും ഹ്യൂമറസിൻ്റെ ഹെഡും തമ്മിലുള്ള ജോയിൻറ്റ്. അപ്പോൾ 1. ദെൻ ഹിഞ്ച് ജോയിൻറ്റ് എന്ന് പറയുമ്പോൾ നീ ജോയിൻ്റ് ഉണ്ട്, എൽബോ ജോയിൻ്റ് ഉണ്ട്, നീ ജോയിൻ്റ് ഉണ്ട്, ഇൻ്റർഫെലാഞ്ചിയൽ ജോയിൻ്റ് ഉണ്ട്. 4. ദെൻ അടുത്ത് വരുന്ന ഗ്ലൈഡിംഗ് ജോയിൻ്റ് എവിടെയൊക്കെ ഉണ്ട്? ഇൻ ദി റിസ്റ്റ് ബിറ്റ്വീൻ കാർപ്പൽസ്, ഇൻ ദി ആങ്കിൾ ബിറ്റ്വീൻ ടാർസൽസ്. അവിടെ ബിറ്റ്വീൻ കാർപ്പൽസ് എന്ന ഓപ്ഷൻ എടുക്കാം. 3. ഓക്കെ. ദെൻ സാഡിൽ ജോയിൻ്റ് ഇവിടെയാണ് വരുന്നത്, അതായത് ബിറ്റ്വീൻ ഇറ്റ് ഇസ് ദ കാർപ്പോ മെറ്റാകാർപ്പൽ ജോയിൻ്റ് ഓഫ് തമ്പ്. 2. അപ്പോൾ 1, 4, 3, 2 വരുന്ന ഓപ്ഷൻ 1 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 170ക്ക് ഓപ്ഷൻ 1. ദെൻ ക്വസ്റ്റ്യൻ 171 നോക്കാം. 171 ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? അതാണ് ക്വസ്റ്റ്യൻ. ദി പോസ്റ്റീരിയർ പോർഷൻ ഓഫ് വാൾ ഓഫ് ഐബോൾ ഈസ് കോൾഡ് കോർണിയ. എന്ന് പറയുന്ന ഐബോളിൻ്റെ ആൻറ്റീരിയർ പാർട്ടാണോ പോസ്റ്റീരിയർ പാർട്ടാണോ? ആൻറ്റീരിയർ പാർട്ടാണ്, ഫ്രണ്ട്, അതായത് ആൻറ്റീരിയർ പാർട്ട്, നോട്ട് പോസ്റ്റീരിയർ. അപ്പോൾ അത് തെറ്റാണ്. ദെൻ ഐബോൾ കണ്ടെയ്ൻസ്
എ ട്രാൻസ്പെറൻറ്റ് ക്രിസ്റ്റലൈൻ ലെൻസ് വിച്ച് ഈസ് held in place by ligaments attached to ciliary body. അത് കറക്റ്റാണ്. ഐ ലെൻസിനെ സീലിയറി ബോഡിയിൽ അറ്റാച്ച് ചെയ്യുന്നത് സസ്പെൻസറി ലിഗമെൻറ്റുകളാണ്. അപ്പോൾ അത് കറക്റ്റ്. ദെൻ അറ്റ് ദി പോസ്റ്റീരിയർ പോൾ ഓഫ് ഐ lateral to blind spot there is a white pigmented spot. White pigmented spot called macula lutea. Macula lutea എന്ന് പറയുന്നത് എന്താ? യെല്ലോ സ്പോട്ടാണ്, യെല്ലോ പിഗ്മെൻറ്റഡ് സ്പോട്ട്. ഇവിടെ വൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. കോൾഡ് മാക്കുല ലൂട്ടിയ വിത്ത് എ സെൻട്രൽ പിറ്റ് കോൾഡ് ഫോവിയ. അതൊക്കെ കറക്റ്റാണ്, പക്ഷേ കളറേഷൻ പറഞ്ഞിരിക്കുന്നത് റോങ് ആണ്. യെല്ലോ സ്പോട്ടാണ്, വൈറ്റ് സ്പോട്ട് അല്ല, അപ്പോൾ അത് റോങ് ആണ്. ദി സ്പേസ് ബിറ്റ്വീൻ കോർണിയ ആൻഡ് ലെൻസ് ഈസ് കോൾഡ് അക്വസ് ചേംബർ. കറക്റ്റാണ്. ഐബോളിനകത്ത് ലെൻസിനും കോർണിയയ്ക്കും ഇടയ്ക്കുള്ള സ്പേസാണ് അക്വസ് ചേംബർ, അല്ലെങ്കിൽ നമുക്ക് ആ ചേംബറിന് ആൻറ്റീരിയർ ചേംബർ എന്ന് പറയാം. അക്വസ് ചേംബർ ഈസ് ഫിൽഡ് വിത്ത് അക്വസ് ഹ്യൂമർ. അപ്പോൾ അത് കറക്റ്റ്. അപ്പോൾ ഇവിടെ ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓപ്ഷൻ 3 ആണ്. ദെൻ മാച്ച് കോളംസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ. അതിൽ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് GIP എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ്. സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻസ് ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഹോർമോൺ. അപ്പം നമുക്ക് ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇൻഹിബിറ്റ്സ് സെക്രീഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ് ഇവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. 2. ഓക്കെ, ഇതിന് 2 ആണ്. ദെൻ ഗ്യാസ്ട്രിൻ സ്റ്റൊമക്ക് തന്നെ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടാനും ഗ്യാസ്ട്രിക് ജ്യൂസിൻ്റെ റിലീസ് കൂട്ടാനും സഹായിക്കുന്ന ഹോർമോൺ. ഗ്യാസ്ട്രിൻ നമുക്ക് എന്തെടുക്കാം? സെക്രീഷൻ ഓഫ് പെപ്സിനോജൻ എടുക്കാം. ഗ്യാസ്ട്രിക് ജ്യൂസിൽ പെപ്സിനോജൻ ഉണ്ടല്ലോ, പെപ്സിനോജൻ HCl ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിൻ. സോ 4. ദെൻ കോളിസിസ്റ്റോകൈൻ. കോളിസിസ്റ്റോകൈനിന് 2 ടാർജറ്റുകളുണ്ട്. ഒന്ന് പാൻക്രിയാസ്, രണ്ടാമത്തത് ഗോൾ ബ്ലാഡർ. അപ്പോൾ ഗോൾ ബ്ലാഡറിൻ്റെ കാര്യം നമുക്കിവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ഗോൾ ബ്ലാഡർ അത് ഇഫക്റ്റായിട്ട് എടുക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് ഗോൾ ബ്ലാഡർ ആൻഡ് റിലീസ് ഓഫ് ബൈൽ. ദെൻ സെക്രീറ്റിൻ്റെ ടാർജറ്റ്, സെക്രീറ്റിൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റിലീസ് ചെയ്യുന്ന ഹോർമോണാണ്. അപ്പോൾ അതിൻ്റെ ടാർജറ്റ് എവിടെയാണ്? ടാർജറ്റ് ഇസ് പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ റീജിയൻസ് ആണ് സെക്രീറ്റിൻ്റെ ടാർജറ്റ്. പാൻക്രിയാസിൻ്റെ എക്സോക്രൈൻ റീജിയൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ് റിലീസ് ചെയ്യുന്ന ഹോർമോണാണ് സെക്രീറ്റിൻ. അപ്പോൾ 1. അപ്പോൾ 2, 4, 3, 1 വരും. 2, 4, 3, 1. ഓപ്ഷൻ 1. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ 173 നോക്കാം. അസർഷൻ കോൺഷ്യസ്നെസ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. കറക്റ്റ് അല്ലേ? നമ്മൾ ലിവിങ് വേൾഡിൽ പഠിച്ചതാണ്. അപ്പം ലിവിങ് തിങ്സിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടീസിൽ ഒന്നാണ് കോൺഷ്യസ്നെസ്. ദെൻ അതിന് റീസൺ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓൾ ഓർഗാനിസംസ് ഫ്രം പ്രോകാരിയോട്സ് ടു മോസ്റ്റ് കോംപ്ലക്സ് യൂകാരിയോട്സ് ക്യാൻ സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അതും കറക്റ്റാണ്. അപ്പം മാത്രമല്ല അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലേ? കോൺഷ്യസ്നെസ്, എല്ലാ ലിവിങ് തിങ്സിനും കോൺഷ്യസ്നെസ് ഉണ്ട്. അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് റീസൺ. ഓൾ ഓർഗാനിസംസ് ഫ്രം പ്രോകാരിയോട്സ് ടു മോസ്റ്റ് കോംപ്ലക്സ് യൂകാരിയോട്സ് ക്യാൻ സെൻസ് ആൻഡ് റെസ്പോൺസ് ടു എൻവയോൺമെൻറ്റൽ സ്റ്റിമുലൈ. ഇപ്പോൾ അസേർഷനും റീസണും കറക്റ്റാണ്. റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ്. സോ ഓപ്ഷൻ 1. ദെൻ ക്വസ്റ്റ്യൻ 174 നോക്കാം. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ്. സൈക്ലോസ്റ്റൊമാറ്റ ഏതാണെന്നറിയാമല്ലോ? പെട്രമൈസോണൊക്കെ നമ്മൾ പഠിച്ചതാണ് എക്സാമ്പിളായിട്ട്. അതായത് സബ്ഫൈലം വെർട്ടബ്രേറ്റയിൽ ഡിവിഷൻ ഏനാത്ത. ദെൻ അതിൽ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ജോലസ് വെർട്ടബ്രേറ്റുകളുടെ ഗ്രൂപ്പാണത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സൈക്ലോസ്റ്റൊമാറ്റ ഹാവ് ആൻ ഇലോങ്കേറ്റഡ് ബോഡി ബിയറിംഗ് 6 to 15 pairs ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ. കറക്റ്റ് ആണല്ലോ? ഇലോങ്ങേറ്റഡ് ഫിഷ് ലൈക്ക് ബോഡിയാണ്. ഗിൽ സ്ലിറ്റുകളുടെ എണ്ണം 6 to 15 pairs. ഓക്കെ. ദെൻ ഓൾ കോഡേറ്റ്സ് ആർ വെർട്ടബ്രേറ്റ്സ്. അത് തെറ്റാണ്. അപ്പം കോഡേറ്റ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോട്ടോ കോഡേറ്റുകളും വരുന്നുണ്ട്, വെർട്ടബ്രേറ്റുകളും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കോഡേറ്റുകളും വെർട്ടബ്രേറ്റ് ആണെന്ന് പറയുമ്പോൾ തെറ്റാണ്. കാരണം പ്രോട്ടോ കോഡേറ്റുകൾ, അതായത് സബ്ഫൈലം യൂറോകോഡേറ്റ, സബ്ഫൈലം സെഫാലോകോഡേറ്റ, ഇത് രണ്ടും
വെർട്ടബ്രേറ്റുകളല്ല, പക്ഷേ അവർ കോഡേറ്റുകളാണ്. ഓക്കെ, ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് വിത്ത് ഓപ്പർക്കുലം ഇൻ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. തെറ്റാണ്. അപ്പോൾ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയിൽ ഗിൽ സ്ലിറ്റുകൾ ഓപ്പൺ ആണ്, പക്ഷെ അത് കവർ ചെയ്യാനുള്ള ഗിൽ കവർ, അതായത് ഓപ്പർക്കുലം സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് ആബ്സെൻ്റ് ആണ്. ദെൻ ഇൻ ആംഫീബിയ ഹാർട്ട് ഈസ് 2 chambered, 1 auricle and 1 ventricle. തെറ്റാണ്. ഫിഷസിനാണ് 2 chambered ഹാർട്ട്. ആംഫീബിയൻസിൻ്റെ ഹാർട്ടിൽ എത്ര ചേമ്പേഴ്സ് ആണ്? 3 chambered ഹാർട്ട്, 2 auricles and 1 ventricle. അപ്പോൾ അത് തെറ്റാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 1. Then question 175 ആണ്. റീഡ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഓഫ് കോക്രോച്ച്. ഓക്കെ, കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ക്ലോസ്ഡ് ടൈപ്പ്. തെറ്റല്ലേ? ആർത്രോപോഡ്സിന് ഓപ്പൺ സർക്കുലേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ കോക്രോച്ചിനും സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ്. ഇറ്റ് കണ്ടെയ്ൻസ് 8 pairs ഓഫ് സ്പൈറക്കിൾസ്. സ്പൈറക്കിൾസ് നമുക്കറിയാം, കോക്രോച്ചിൻ്റെ ട്രക്കിയൽ സിസ്റ്റം, അതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സാണ് സ്പൈറക്കിൾസ്. അത് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല. ഓക്കെ, ബ്ലഡ് വെസൽസ് ആർ വെൽ ഡെവലപ്ഡ് ആൻഡ് ഓപ്പൺ ഇൻ ടു ദി ഹീമോസീൽ. തെറ്റാണ്. അപ്പം നിങ്ങൾക്ക് NCERT നോക്കിയാൽ അറിയാം, ബ്ലഡ് വെസൽസ് ആർ പുവർലി ഡെവലപ്ഡ്, ഡീജനറേറ്റഡ് ആണ്. അപ്പോൾ ബ്ലഡ് വെസൽസ് ഹീമോസീലിലോട്ട് തുറക്കും, പക്ഷേ വെൽ ഡെവലപ്ഡ് അല്ല. അപ്പോൾ ഓപ്ഷൻ തെറ്റാണ്. ഹീമോലിംഫിസ് കമ്പോസ്ഡ് ഓഫ് കളർലെസ് പ്ലാസ്മ ആൻഡ് ഹീമോസൈറ്റ്സ്. അത് കറക്റ്റാണ്. അപ്പോൾ ഹീമോലിംഫ്, കോക്രോച്ചിൻ്റെ ബ്ലഡിനെ ഹീമോലിംഫ് എന്നാണ് വിളിക്കുന്നത്. അത് കളർലെസ് ആണ്, കാരണം അതിൻ്റെ ഹീമോലിംഫിൽ ഹീമോഗ്ലോബിൻ ആബ്സെൻ്റ് ആണ്. സോ ബ്ലഡ് ഈസ് കളർലെസ്. ബ്ലഡ് സെൽസ് ആർ നോൺ ആസ് ഹീമോസൈറ്റ്സ്. അപ്പം നമുക്ക് ഇത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതാണെന്ന്. ഓൺലി ഡി, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ. സോ ഓപ്ഷൻ 4 ആണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 176 ആണ്. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ എ മെറ്റബോളിക് പാത്വേ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലാക്റ്റിക് ആസിഡ് ഇൻ 8 steps. ഇപ്പം നമുക്ക് NCERTയിൽ കൊടുത്തിട്ടുണ്ടല്ലേ, ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡ് ആവുന്നത് 10 സ്റ്റെപ്പുകളിലൂടെയാണ്. ത്രൂ 10 മെറ്റബോളിക് റിയാക്ഷൻസ്. 10 steps ആണ്, 8 അല്ല. ദെൻ ഇൻ എ DNA മോളിക്യൂൾ 2 strands ഓഫ് പോളിന്യൂക്ലിയോടൈഡ്സ് ആർ പാരലൽ ആൻഡ് കോംപ്ലിമെൻ്ററി ടു ഈച്ച് അതർ. അപ്പോൾ ഒരു DNA മോളിക്യൂൾ എന്ന് പറയുമ്പോൾ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിനുകളുണ്ട്. രണ്ടും കോംപ്ലിമെൻ്ററിയാണ്. ഒരു ചെയിൻ രണ്ടാമത്തെ ചെയിനിന് കോംപ്ലിമെൻ്ററിയാണ്. മാത്രമല്ല ഇത് പാരലൽ അല്ല, ഇവിടെ പാരലൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആൻറ്റി പാരലലാണ്. DNA മോളിക്യൂളിലുള്ള 2 സ്ട്രാൻഡുകൾ ആൻറ്റി പാരലലാണ്, പാരലൽ അല്ല. ഒരു സ്ട്രാൻഡ് 3' to 5' ഡയറക്ഷനിൽ റൺ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് വിൽ റൺ ഇൻ 5' to 3' ഡയറക്ഷൻ. അപ്പോൾ പാരലൽ അല്ല, ആൻറ്റി പാരലലാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ദെൻ അടുത്തത്, ബാക്ക് ബോൺ ഓഫ് DNA ഈസ് ഫോംഡ് ബൈ ഷുഗർ, ഫോസ്ഫേറ്റ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ്. അത് തെറ്റല്ലേ? അപ്പോൾ DNAയുടെ ബാക്ക് ബോൺ ഫോം ചെയ്യുന്നത് ഷുഗറും ഫോസ്ഫേറ്റുമാണ്. അത് കറക്റ്റാണ്. പക്ഷേ ആൻഡ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് വന്ന സ്ഥിതിക്ക് നമുക്കത് തെറ്റാക്കണം. ദെൻ ഇൻ എ സെൽ ലിവിങ് പ്രോസസ് ഈസ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ടു പ്രിവെൻറ്റ് ഫാളിങ് ഇൻ ടു ഈക്വിലിബ്രിയം. കറക്റ്റാണ്. അപ്പോൾ ഈ ഈക്വിലിബ്രിയത്തിൽ എത്താതെ ഇരിക്കുക, അതാണ് ലിവിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ലിവിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട് ടു പ്രിവെൻറ്റ് ഫാളിങ് ഇൻ ടു ഈക്വിലിബ്രിയം. അപ്പോൾ ഓപ്ഷൻ 4 ആണ് കറക്റ്റ്. Then question 177 നോക്കാം. Which of the following statements regarding small intestine are correct? അതാണ് question. Throughout the small intestine there are crypts of laberquin at the base of villi. കറക്റ്റ് ആണ്. ഇൻറ്റസ്റ്റൈനൽ വില്ലയുടെ ബേസുകളിൽ കാണുന്ന ഗ്ലാൻഡുകളാണ് ക്രിപ്സ് ഓഫ് ലേബർക്വിൻ, അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻസ് എന്ന് പറയാം. സക്കസ് സെൻറ്ററിക്കസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൻ്റെ റിലീസ് നടത്തുന്നു. അപ്പോൾ ഓപ്ഷൻ കറക്റ്റാണ്. ദെൻ ഇൻ ഡിയോഡിനം ദർ ആർ മ്യൂക്കോസൽ ഗ്ലാൻസ് കോൾഡ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. തെറ്റാണ്. അപ്പം ഇത് മ്യൂക്കോസൽ, ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്ന മ്യൂക്കോസൽ ഗ്ലാൻഡുകളല്ല, സബ് മ്യൂക്കോസൽ ഗ്ലാൻസ്. ഓക്കെ, ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് സ്ട്രോങ്ലി സെൽഫ് പ്രൊട്ടക്റ്റീവ് ബൈ മീൻസ് ഓഫ് കോപ്പിയസ് പ്രൊഡക്ഷൻ ഓഫ് മ്യൂക്കസ്. കറക്റ്റ് അല്ലേ? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട്,
ധാരാളം മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്നു. അത് ഇൻറ്റസ്റ്റൈനൽ വാളിന് ഡൈജസ്റ്റീവ് ജ്യൂസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും. പ്രൊഡക്ഷൻ ഓഫ് മ്യൂക്കസ് ആൻഡ് എ മെക്കാനിസം ഫോർ റാപ്പിഡ് റീപ്ലേസ്മെൻറ്റ് ഓഫ് സെൽസ് ഡാമേജ്ഡ് ബൈ കോണ്ടാക്ട് വിത്ത് ഫുഡ് ആൻഡ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. കറക്റ്റാണ്. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ വാളിലിരിക്കുന്ന മ്യൂക്കോസയിൽ സെല്ലുകൾ കണ്ടിന്യൂസ്ലി റീപ്ലേസ്ഡ് ആണ്. അതും കറക്റ്റ്. ദെൻ ഈച്ച് വില്ലസ് ഈസ് റിച്ച്ലി സപ്ലൈഡ് വിത്ത് ബ്ലഡ് കാപ്പിലറീസ് ഓൺലി. അത് തെറ്റല്ലേ? അപ്പോൾ ഒരു ഇൻറ്റസ്റ്റൈനൽ വില്ലൈ അതിൽ ബ്ലഡ് കാപ്പിലർ ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്, ലാക്റ്റിയൽ ഉണ്ട്, ലിംഫ് കാപ്പിലറി ലാക്റ്റിയലും ഉണ്ട്. അപ്പോൾ ഓൺലി ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ റോങ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് ഏതൊക്കെയാണ്? ബിയും ഡിയും. ബി ആൻഡ് ഡി. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 178 നോക്കാം. അപ്പോൾ ഇവിടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതിൻ്റെ PO2 PCO2 വാല്യൂസ് അവിടെ ഫില്ല് ചെയ്യുക. അതാണ്. അപ്പോൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആദ്യം ഡീഓക്സിജനേറ്റ് എടുക്കാം. ഡീഓക്സിജനേറ്റഡ് ബ്ലഡിൽ PO2 എത്രയാണ്? 40 ആണ്. 40 mm മെർക്കുറി. ആൻഡ് PCO2 45 mm മെർക്കുറി. അപ്പോൾ ഇവിടെ 40 വരണം. ദെൻ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ PO2 95 mm മെർക്കുറി, PCO2 40 mm മെർക്കുറി. അപ്പോൾ ഇവിടെ എയും ബിയും കണ്ടുപിടിക്കുക. രണ്ടും 40 mm മെർക്കുറിയാണ്. ഓപ്ഷൻ 4. ദെൻ വിച്ച് ഓഫ് ക്വസ്റ്റ്യൻ 179 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് എ ഫേസ് ഓർ ഈവൻറ്റ് ഇൻ കാർഡിയാക് സൈക്കിൾ ഇൻ എ സ്റ്റാൻഡേർഡ് ECG ഇലക്ട്രോകാർഡിയോഗ്രാം? അതിൽ QRS കോംപ്ലക്സ് ഇൻഡിക്കേറ്റ്സ് ഏട്രിയൽ കോൺട്രാക്ഷൻ. തെറ്റല്ലേ? QRS കോംപ്ലക്സ് ഇൻഡിക്കേറ്റ്സ് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ് QRS കോംപ്ലക്സ് സൂചിപ്പിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ QRS കോംപ്ലക്സ് ഇൻഡിക്കേറ്റ്സ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ. അത് നമുക്ക് എടുക്കാം. QRS കോംപ്ലക്സ് മാർക്ക് ചെയ്യുമ്പോൾ വെൻട്രിക്കുലാർ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ നടക്കുന്നു. കറക്റ്റ്. ദി ടൈം ബിറ്റ്വീൻ S ആൻഡ് T റെപ്രസെൻറ്റ്സ് ഏട്രിയൽ സിസ്റ്റോൾ. തെറ്റാണ്. അപ്പോൾ S ആൻഡ് T മാർക്ക് ചെയ്യുന്ന സമയത്ത് ഏട്രിയ ഡയാസ്റ്റോളിലായിരിക്കും. P വേവ് ആണ് ഏട്രിയൽ സിസ്റ്റോളിൻ്റെ ബിഗിനിങ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ദെൻ P വേവ് ഇൻഡിക്കേറ്റ്സ് ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ അല്ല, ബിഗിനിങ് ഓഫ് ഏട്രിയൽ കോൺട്രാക്ഷൻ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 2 ആണ്. 2 ഈസ് ദി ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 180 നോക്കാം. ആസ് ദി കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് പാസ് ത്രൂ ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഇറ്റ് ഗെറ്റ്സ് ഡൈല്യൂട്ടഡ്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ലൂപ്പ് ഓഫ് ഹെൻലി ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് ത്രൂ ദി ഡിസെൻഡിങ് ലിംബ് അല്ലേ? ഡിസെൻഡിങ് ലിംബിനകത്ത് കിടക്കുന്ന ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി 300 ആണ്, 300 ആണ്. അപ്പോൾ ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബിലൂടെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഫിൽട്രേറ്റിൽ നിന്ന് വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സോ ഫിൽട്രേറ്റ് ഈസ് ലൂസിങ് വാട്ടർ ഇൻ ടു ദി ഇൻ്റർസ്റ്റീഷ്യം. അപ്പോൾ അതിനനുസരിച്ച് ഫിൽട്രേറ്റിൻ്റെ ഓസ്മോളാരിറ്റി കൂടി വരും. അപ്പോൾ ഇവിടെ 400 ആവും, 600, ദെൻ 800, ഇവിടെ 1000 ആവും, ഇവിടെ 1200 ആവും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ആസ് ദി കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് പാസ് ത്രൂ ഡിസെൻഡിങ് ലിംബ് ഇറ്റ് ഗെറ്റ്സ് ഡൈല്യൂട്ടഡ് എന്നാണ്. അത് തെറ്റാണ്. ഇറ്റ് ഗെറ്റ്സ് കോൺസെൻട്രേറ്റഡ്. ഇവിടെ വരുമ്പോൾ 1200 ആവുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദെൻ അസെൻഡിങ് ലിംബ് അലൗസ് പാസേജ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആക്റ്റീവ്ലി ഓർ പാസീവ്ലി ഇൻ ടു ദി മെഡുല്ലറി ഫ്ലൂയിഡ്. കറക്റ്റാണ്. അപ്പോൾ അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി, അത് ഇതാണ് അസെൻഡിങ് ലിംബ്. ഈ ലിംബ് അസെൻഡിങ് ലിംബ് ഇത് വാട്ടറിന് ഇംപെർമിയബിൾ ആണ്, അതേസമയം സോൾട്ടിന് ഫ്രീലി പെർമിയബിൾ ആണ്. അപ്പോൾ സോൾട്ടിനെ ആക്റ്റീവായിട്ടും പാസീവായിട്ടും പമ്പ് ഔട്ട് ചെയ്യുന്ന ലൂപ്പ് ഓഫ് ഹെൻലിയുടെ സെഗ്മെൻ്റാണ് അസെൻഡിങ് ലിംബ്. അപ്പോൾ അത് കറക്റ്റ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 ഇൻകറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ 181 നോക്കാം. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സ്പെസിഫിക് ഡിസോർഡർ ഓഫ് മസ്കുലാർ ഓർ സ്കെലറ്റൽ സിസ്റ്റം. അല്ലെ മസ്കുലാർ ഡിസ്ട്രോഫി ഏജ് റിലേറ്റഡ് ഷോർട്ടനിങ് ഓഫ് മസിൽ എന്ന് പറയുന്നത് തെറ്റാണ്. മസ്കുലാർ ഡിസ്ട്രോഫി എന്താണ്? ജനറ്റിക് ഡിസോർഡർ ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലറ്റൽ മസിൽസ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ മിസ്മാച്ച്ഡ് ആണ്.
Then osteoporosis, decrease in bone mass and higher chances of fractures with advancing age. Correct ആണ്. ബോണിൻ്റെ ഡീമിനറലൈസേഷൻ, ബോൺ മാസ് കുറയുന്നു, ബോൺ ഫ്രാക്ചേഴ്സിന് സസെപ്റ്റബിൾ ആവുന്ന അവസ്ഥ, അത് കറക്റ്റാണ്. ദെൻ മയോസ്തീനിയ ഗ്രേവിസ്, ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വിച്ച് ഇൻഹിബിറ്റ്സ് സ്ലൈഡിങ് ഓഫ് മയോസിൻ ഫിലമെൻറ്റ്സ്, അത് തെറ്റാണ്. അപ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് തെറ്റാണ്, ബട്ട് ഇൻഹിബിറ്റ് സ്ലൈഡിങ് ഓഫ് മയോസിൻ അല്ല. അപ്പം ന്യൂറോ മസ്കുലർ മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻസിൽ സാർക്കോലെമ്മ നെർവ് ഇമ്പൾസിനോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥയാണ് മയാസ്തീനിയ ഗ്രേവിസ് എന്ന അവസ്ഥയിലോട്ട് ലീഡ് ചെയ്യുന്നത്. കാരണം സാർക്കോലെമ്മയിലുള്ള അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സിനെ ആൻറ്റിബോഡീസ് ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ട് സാർക്കോലെമ്മ അസറ്റൈൽ കോളിനോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥയാണ് മയാസ്തീനിയ ഗ്രേവിസ്. ഓക്കെ. ഗൗട്ട്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ഡ്യൂ ടു എക്സ്ട്രാ ഡെപ്പോസിഷൻ ഓഫ് കാൽഷ്യം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം ജോയിൻറ്റുകളിൽ യൂറിക് ആസിഡ് അടിയുന്നതാണ് ഗൗട്ട് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണം, കാൽഷ്യം അല്ല, യൂറിക് ആസിഡ്. ഓക്കെ. അപ്പം അതും റോങ് ആണ്. അപ്പം കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ 2. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 182, നിസൽസ് ബോഡീസ് ആർ പ്രൈമർലി കമ്പോസ്ഡ് ഓഫ്. ന്യൂറോണുകളുടെ സെൽ ബോഡിയിൽ കാണുന്ന പ്രത്യേകതയാണ് നിസൽസ് ബോഡീസ്. ബേസോഫീലിക് ഗ്രാന്യൂൾസ് പ്രസൻറ്റ് ഇൻ ദി സെൽ ബോഡി ആസ് വെൽ ആസ് വിതിൻ ദി ഡെൻഡ്രൈറ്റ്സ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ഫ്രീ റൈബോസോംസ് ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. ഓപ്ഷൻ 4, ഫ്രീ റൈബോസോംസ് ആൻഡ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദെൻ ക്വസ്റ്റ്യൻ 183 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആക്ഷൻ ഓഫ് FSH? FSHൻ്റെ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇറ്റ് ഇൻറ്ററാക്ട്സ് വിത്ത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ആൻഡ് നോർമലി ഡസ് നോട്ട് എൻറ്റർ ദി ടാർഗറ്റ് സെൽ. കറക്റ്റാണ്. FSH എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോഫീലിക് ഹോർമോണാണ്, പ്രോട്ടീനേഷ്യസ് ഹോർമോണാണ്. അപ്പോൾ അത് സെൽ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സെല്ലിനകത്ത് കടക്കുന്നില്ല. അതിൻ്റെ റിസപ്റ്റർ ഇരിക്കുന്നത് ടാർഗറ്റ് സെല്ലിൻ്റെ മെംബ്രെയിനിലാണ്, അതായത് ഇറ്റ് യൂസസ് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. കറക്റ്റ്. ഇറ്റ് ജനറേറ്റ് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ലൈക്ക് സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് ആൻഡ് കാൽഷ്യം, അതും കറക്റ്റാണ്. FSH ജനറേറ്റ് ചെയ്യുന്ന സെക്കൻഡറി മെസ്സഞ്ചേഴ്സാണ് CAMP, സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് ആൻഡ് കാൽഷ്യം. ഇറ്റ് റെഗുലേറ്റ്സ് ജീൻ എക്സ്പ്രഷൻ ഓർ ക്രോമസോം ഫങ്ഷൻ ബൈ ഇൻറ്ററാക്ഷൻ ഓഫ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് വിത്ത് ജീനോം, അത് തെറ്റാണ്. അപ്പം ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഹോർമോണുകൾക്ക് സെല്ലിനകത്ത് കടന്ന് സെല്ലിനകത്തിരിക്കുന്ന അവരുടെ റിസപ്റ്റർ സെല്ലിനകത്താണ്, ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ ഉപയോഗിക്കുന്ന ഹോർമോണുകളാണ് സെല്ലിനകത്ത് കിടക്കുന്ന ഹോർമോണുകൾ. അപ്പം സെല്ലിനകത്ത് കിടക്കുന്ന ഹോർമോണുകൾ അവരുടെ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആയതിനു ശേഷം ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യും. അത് മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ഹോർമോണുകൾക്കത് ബാധകമല്ല. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇറ്റ് ബൈൻഡ്സ് വിത്ത് റിസപ്റ്റേഴ്സ് ഓൺ ഓവേറിയൻ സെൽ മെംബ്രെയിൻ ആൻഡ് റെഗുലേറ്റ്സ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ലൈക്ക് ഓവേറിയൻ ഗ്രോത്ത്, അത് കറക്റ്റാണ്. ഓക്കെ. അപ്പം ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ് എക്സെപ്റ്റ് 3 ആണ്. അപ്പം 3 ആണ് ഇൻകറക്റ്റ്. 3. ദെൻ ആൻ അമിനോ ആസിഡ് അണ്ടർ certain conditions have both positive and negative charges simultaneously. Again ബയോമോളിക്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് സൈമൾട്ടേനിയസ്ലി അമിനോ ആസിഡിൻ്റെ ഒരു എൻഡിൽ പോസിറ്റീവ് ചാർജും മറ്റേ എൻഡിൽ നെഗറ്റീവ് ചാർജും അക്യൂർ ചെയ്യുന്ന അവസ്ഥ. സച്ച് ഫോം ഓഫ് അമിനോ ആസിഡ്, അപ്പോൾ ആ ഒരു അവസ്ഥയെ എന്ത് വിളിക്കാനാ? സ്വിറ്റർ അയോണിക് ഫോം. സ്വിറ്റർ അയോണിക് ഫോം. അപ്പം ന്യൂട്രൽ pH അമിനോ ആസിഡ് സ്വിറ്റർ അയോണായിട്ട് മാറുന്നു. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. Then match columns and find out the correct combination. അതിൽ ടൈഡൽ വോള്യൂം വാല്യൂ കൊടുത്തിട്ടുണ്ട് 1 ആണ്. 6000 to 8000 ml പെർ മിനിറ്റ് ആണ്. TV പെർ മിനിറ്റിൻ്റെ വാല്യൂ ആണത്. ദെൻ IRV ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം എത്രയാ? 2500 to 3000 ml. ഓപ്ഷൻ 3. ദെൻ ERV എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം എത്രയാണ്? 1000 to 1100 ml. ഓപ്ഷൻ 4. ഓക്കെ. ദെൻ RV റെസിഡുവൽ വോള്യൂം എത്രയാണ്? 1100 to 1200 ml, അതായത് 2. അപ്പോൾ 1342.
1, 3, 4, 2. ഓപ്ഷൻ 2 ആണ് ഇവിടെ മാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ക്വസ്റ്റ്യൻ 186. ഇൻ ദി ടാക്സോണമിക് കാറ്റഗറീസ് വിച്ച് ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഈസ് കറക്റ്റ് ഇൻ ദി കേസ് ഓഫ് ആനിമൽസ്? ഡിസെൻഡിങ് ഓർഡർ ആണ്. അപ്പം ഞാനത് ആൻസർ പറയാം. ഓപ്ഷൻ 2 ആണ്. അതായത് കിങ്ഡം, ദെൻ ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഓപ്ഷൻ 2. Then question 187 നോക്കാം. Which one of the following statement is incorrect? In prawns, excretion of waste material occur through Malpighian tubules. തെറ്റാണ്. അപ്പോൾ പ്രോൺസിന് എക്സ്ക്രീറ്ററി ഓർഗൻ ഏതാണ്? ഗ്രീൻ ഗ്ലാൻസ്, അല്ലെങ്കിൽ നമുക്ക് ആൻറ്റനറി ഗ്ലാൻസ് എന്ന് പറയാം. ഇൻ ടീനോഫോർസ്, ലോക്കമോഷൻ ഈസ് മീഡിയേറ്റഡ് ബൈ കോംബ് പ്ലേറ്റ്സ്. അത് കറക്റ്റ്. ഇൻ ഫാസിയോള, ഫ്ലെയിം സെൽസ് ടേക്ക് പാർട്ട് ഇൻ എക്സ്ക്രീഷൻ. കറക്റ്റാണ്. പ്രോട്ടോനെഫ്രീഡിയ വിത്ത് flame cells, flatwormsന്. Then in earthworms carry out excretion using nephridia. അതും കറക്റ്റാണ്. ഇവിടെ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 ഇൻകറക്റ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. Then choose an incorrect statement among the following. Simple epithelium cover dry surface of skin, moist surface of buccal cavity, pharynx, inner lining of ducts of salivary and pancreas. ഇതൊക്കെ NCERT കൊടുത്തിരിക്കുന്ന ഈ എക്സാമ്പിൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിനാണ് NCERT എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റല്ലേ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം കോമ്പൗണ്ട് എപ്പിത്തീലിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ. Then tight junctions perform cementing function to keep neighboring cells together. തെറ്റാണ്. സിമെൻറ്റിംഗ് ഫങ്ഷൻ ചെയ്യുന്ന ജംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് അഡ്ഹറിങ് ജംഗ്ഷൻസ്. ഓക്കെ. അപ്പം ടൈറ്റ് ജംഗ്ഷൻസിൻ്റെ ഫങ്ഷൻ നിങ്ങൾക്ക് അറിയാം. ടൈറ്റ് ജംഗ്ഷൻസ് പ്രിവെൻറ്റ് ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ് അക്രോസ് ടിഷ്യൂ. അപ്പം അത് തെറ്റല്ലേ? അപ്പം ഇൻകറക്റ്റ് 1ഉം 2ഉം ഇൻകറക്റ്റ് ആണ്. നമുക്ക് 3 കൂടെ നോക്കിയിട്ട് ഓപ്ഷൻ കണ്ടുപിടിക്കാം. ഗ്യാപ്പ് ജംഗ്ഷൻസ് ഫെസിലിറ്റേറ്റ് സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അത് കറക്റ്റ്. കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസിനെയാണ് ഗ്യാപ്പ് ജംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. സോ ഓപ്ഷൻ 3. 189 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഓൾ കാർബൺ കോമ്പൗണ്ട്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ലിവിങ് ടിഷ്യൂസ് ക്യാൻ ബി കോൾഡ് ആസ് ബയോമോളിക്യൂൾസ്. ആ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. Some animal tissues, especially neural tissues, have lipids with relatively more complex structures. Correct ആണ്. Palmitic acid has 20 carbon atoms എന്ന് പറയുന്നത് തെറ്റാണ്. പാൽമിറ്റിക് ആസിഡിൽ എത്രയാ? 16 carbon atoms ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ. അപ്പോൾ 20 carbon atoms വരുന്നത് അരക്കിഡോണിക് ആസിഡിനാണ്. Okay. A particular property of amino acids is the ionizable nature of amino and carboxyl group. Hence, in solutions of different pH, the structure of amino acid changes. അതും കറക്റ്റ് ആണ്. ഓക്കെ. ഓപ്ഷൻ 3 ആണ് ഇൻകറക്റ്റ്. ഓപ്ഷൻ 3 is the answer. Then question 190 നോക്കാം. പാൻക്രിയാറ്റിക് ജ്യൂസ് കണ്ടെയ്ൻസ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിലാണ്. അപ്പോൾ ഓപ്ഷൻ 1 ട്രിപ്സിൻ, അത് പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട്. ലിപ്പേസ് ഉണ്ട്. ബട്ട് മാൾട്ടേസ് എന്ന് പറയുന്നത് ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള ഡൈസാക്കറൈഡേസ് ആണ്. അപ്പോൾ അത് ഇല്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ പെപ്സിൻ സ്റ്റൊമക്കിലുള്ള പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമാണ്. ട്രിപ്സിൻ ഓക്കെ ആണ്. ബട്ട് മാൾട്ടേസ് അഗെയിൻ ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷനിൽ ട്രിപ്സിൻ പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട്, കൈമോട്രിപ്സിനുണ്ട്, അമൈലേസ് ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ 3 ആണ്. ഫോർത്ത് ഓപ്ഷൻ കൂടെ നോക്കാം. അവിടെ ട്രിപ്സിൻ പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട്, പക്ഷേ പെപ്സിൻ ഇല്ല, അമൈലേസ് ഉണ്ട്. സോ എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ക്വസ്റ്റ്യൻ 191 മാച്ച് കോളംസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് കോമ്പിനേഷൻ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ആസ്മ. അപ്പോൾ ആസ്മയ്ക്ക് ഇവിടെ നമുക്ക് കറക്റ്റ് മാച്ചിങ് ഉണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ് 4 ആണ്. ദെൻ അടുത്ത് വരുന്നത് ഫൈബ്രോസിസ് എന്താണെന്നറിയാലോ? പ്രോളിഫറേഷൻ ഓഫ് ഫൈബ്രസ് ടിഷ്യൂ. നമ്മൾ ഫൈബ്രോസിസ് ഓക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡറുമായിട്ട് പഠിച്ചതാണ്. ലങ്ങിൽ ഫൈബ്രോസിസ് എന്ന അവസ്ഥ, ദാറ്റ് ഇസ് പ്രോളിഫറേഷൻ ഓഫ് ഫൈബ്രസ് ടിഷ്യൂ. 2 എടുക്കാം. ദെൻ
ന്യൂമോണിയയുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ആൽവിയോളാർ വാൾസിൻ്റെ ഇൻഫ്ലമേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്കുണ്ട് ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോളൈ, അത് ന്യൂമോണിയയുടെ സിംറ്റമാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോളൈ. ദെൻ അടുത്തത് എംഫൈസീമ. അപ്പോൾ എംഫൈസീമ എന്ന് പറയുമ്പോൾ ആൽവിയോളാർ വാൾസിൻ്റെ ഡാമേജ് ആണ്. ആൽവിയോളാർ വാൾസിനിടയ്ക്കുള്ള സെപ്റ്റത്തിൻ്റെ ബ്രേക്ക് ഡൗൺ നടന്ന് ആൽവിയോളാർ വാൾസിൻ്റെ ഡാമേജ് കോസ് ചെയ്യുന്ന ഡിസീസ്. അവിടെ 1. അപ്പോൾ 4231 ആണ് വരുന്നത്. 4231 ഓപ്ഷൻ 1 ആണ്. 4231. ഓക്കെ, അപ്പോൾ കറക്റ്റ് മാച്ചിങ് 1, ഓപ്ഷൻ 1, 4231. Then question 192, which of the following statements are correct? അതാണ് question. Neutrophils are involved in inflammatory reaction. അത് wrong ആണ്. അപ്പം neutrophils are involved in phagocytosis. Then plasma without clotting factors is called serum. അതും correct ആണ്. Then spleen is called graveyard of RBC. അതും correct. Then basophils secrete histamine, സെറോട്ടോണിൻ, ഹെപ്പാരിൻ. അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ്. അപ്പോൾ ബി, സി, ഡി. ഓപ്ഷൻ 4 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ 4. ഓക്കെ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ക്വസ്റ്റ്യൻ 193, എ ഡിക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ടു ഏട്രിയ ഓഫ് ഹാർട്ട് ക്യാൻ കോസ് റിലീസ് ഓഫ് ANF. തെറ്റാണ്. അപ്പം ANFൻ്റെ റിലീസ് ഉണ്ടാകുന്ന 2 കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് വോള്യൂം കൂടി എന്ന് പറയുമ്പോൾ ഏട്രിയയിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടും. രണ്ടാമത്തെ കണ്ടീഷൻ ബ്ലഡ് പ്രഷർ കൂടി. അപ്പോൾ ബ്ലഡ് വോള്യൂം കൂടി, ബ്ലഡ് പ്രഷർ കൂടി, ഈ 2 സാഹചര്യങ്ങളിലാണ് ഏട്രിയൽ വാൾസ് ANFൻ്റെ റിലീസ് നടത്തുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ടു ഏട്രിയ, അത് ANFൻ്റെ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കി, ANF ക്യാൻ കോസ് വാസോ ഡയലേഷൻ ആൻഡ് ഡിക്രീസ് ബ്ലഡ് പ്രഷർ. അത് കറക്റ്റാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. So statement 1 is incorrect and 2 is correct. Option 4. Option 4 ആണ് ആൻസർ. Okay. Then question 194. Read the following statement and choose the correct statement. Scapula is a ventral flat triangular bone. Scapula ventral alla dorsal ആണ്. Flat triangular bone which is present between first to the 7th rib അല്ല, second to 7th rib. അപ്പോൾ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എ കപ്പ് ഷേപ്ഡ് ബോൺ കോൾഡ് പറ്റല്ല കവേഴ്സ് നീ വെൻട്രലി. അത് കറക്റ്റാണ്. കപ്പ് ഷേപ്ഡ് ബോൺ കോൾഡ് പറ്റല്ല കവേഴ്സ് നീ വെൻട്രലി. കറക്റ്റ്. ദെൻ ക്ലാവിക്കിൾ ഈസ് എ ഷോർട്ട് ഫ്ലാറ്റ് ബോൺ വിത്തൗട്ട് എനി കർവേച്ചർ. അത് തെറ്റാണ്. ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കോളർ ബോൺ, ഒരു തിൻ ഇലോങ്ങേറ്റഡ് ബോണാണ്. തിൻ സ്ലെൻഡർ ഇലോങ്ങേറ്റഡ് ബോൺ വിത്ത് കർവേച്ചേഴ്സ്, 2 കർവേച്ചർ ഉള്ള ബോണാണ്. അപ്പോൾ അത് വിത്തൗട്ട് എനി കർവേച്ചർ എന്ന് പറയുമ്പോൾ തെറ്റും. ദ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഫോർ ലിംബ് ഈസ് 30 ആൻഡ് ഇൻ ഹൈൻഡ് ലിംബ് ഈസ് 29. അത് തെറ്റല്ലേ? 4 ലിംബ് ആസ് വെൽ ആസ് ഹൈൻഡ് ലിംബ്, 2 ലിംബ്സിലും ബോൺസിൻ്റെ നമ്പർ സെയിം ആണ്, 30 ആണ്, 30 ബോൺസ്. സോ ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ 2 മാത്രമാണ്. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. Then question 195, which of the following structures or regions is incorrectly paired with its function? അതിൽ മെഡുല്ല ഒബ്ലാങ്കേറ്റ കൺട്രോൾസ് റെസ്പിറേഷൻ ആൻഡ് കാർഡിയോവാസ്കുലാർ റിഫ്ലെക്സസ്. കറക്റ്റാണ്. മെഡുല്ലയിൽ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഉണ്ട്, കാർഡിയാക് ആക്ടിവിറ്റീസ് മോഡറേറ്റ് ചെയ്യുന്ന കാർഡിയാക് സെൻറ്റർ ഉണ്ട്. ഓക്കെ. ദെൻ ലിംബിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്സ് ദാറ്റ് ഇൻ്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ബ്രെയിൻ. തെറ്റാണ്. അപ്പം നമ്മൾ ഏതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ടാണ് ദി റീജിയൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്സ് ദാറ്റ് ഇൻ്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ബ്രെയിൻ, അവിടെ അത് നമ്മൾ പഠിച്ചത് പോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ. ദെൻ ഹൈപ്പോതലാമസ് പ്രൊഡക്ഷൻ ഓഫ് റിലീസിങ് ഹോർമോൺസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ടെമ്പറേച്ചർ, ഹങ്കർ, തേഴ്സ്റ്റ്. കറക്റ്റാണ്. ദെൻ കോർപ്പസ് കലോസം ബാൻഡ് ഓഫ് ഫൈബേഴ്സ് കണക്റ്റിംഗ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ്ലി ആണ്. ഇൻകറക്റ്റ്ലി പെയർഡ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2. ലിംബിക് സിസ്റ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് അല്ല. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ.
Then 196 നോക്കാം. How many statements are correct? അതിൽ progesterone supports pregnancy correct ആണ്. Pregnancy hormone എന്ന് വിളിക്കുന്നത് പ്രൊജസ്ട്രോണിനെയാണ്. Ovary is composed of ovarian follicles and stromal tissue. Ovarian follicles ഉണ്ട്, stromal tissue ഉണ്ട്, അത് correct ആണ്. Androgens act on central neural system and influence male sexual behavior correct ആണ്. Male sexual behavior libido നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ CNSനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ലിബിഡോ പ്രൊമോട്ട് ചെയ്യും ആൻഡ്രോജൻസ്. ഓക്കെ, ദെൻ പ്രൊലോങ്ഡ് ഹൈപ്പർഗ്ലൈസീമിയ ലീഡ് ടു കോംപ്ലക്സ് ഡിസോർഡർ കോൾഡ് ഡയബറ്റിസ് മെല്ലിറ്റസ്, അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഹൗ മെനി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, then select the correct sequence of organs in the alimentary canal of cockroach starting from mouth. അപ്പോൾ മൗത്ത് കഴിഞ്ഞാൽ അടുത്ത ഫാരിങ്സ് ആണ്. ഫാരിങ്സ് ഇസോഫാഗസിലോട്ട് ലീഡ് ചെയ്യുന്നു. ഇസോഫാഗസ് ഈസ് ഫോളോഡ് ബൈ ക്രോപ്പ്. ക്രോപ്പ് കഴിഞ്ഞാൽ ഗിസാർഡ്, പിന്നെ മിഡ്ഗട്ടാണ് വരുന്നത്. ക്രോപ്പ് ഗിസാർഡ് കഴിഞ്ഞാൽ മിഡ്ഗട്ട് മീസെൻഡറോൺ വരണം. അതിവിടെ ഒരു ഓപ്ഷനിലും പറഞ്ഞിട്ടില്ല. പിന്നെ വരുന്നത് ഹൈൻഗട്ടാണ്. ഹൈൻഗട്ടിൽ ഇലിയം, കോളൻ, റെക്റ്റം, 3 പാർട്സ് ഉണ്ട്. ഇലിയം, കോളൻ, റെക്റ്റം. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഫാരിങ്സ്, ഇസോഫാഗസ്, ക്രോപ്പ് കഴിഞ്ഞാണ് ഗിസാർഡ്. സോ ഓപ്ഷൻ 1 ഇസ് ദി ആൻസർ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ 198 നോക്കാം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ട്രാൻസ്ഫറേസ് എൻസൈം ക്യാൻ ട്രാൻസ്ഫർ സ്പെസിഫിക് ഗ്രൂപ്പ് ഫ്രം വൺ സബ്സ്ട്രേറ്റ് ടു അനദർ, അത് കറക്റ്റാണ്. നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ പഠിച്ചതാണ് ഇതിൽ. ദെൻ എൻസൈംസ് ആർ മൈക്രോമോളിക്യൂൾസ്. എൻസൈംസ് മൈക്രോമോളിക്യൂൾസ് ഓഫ് മോണോസാക്കറൈഡ്സ്, തെറ്റല്ലേ? അപ്പോൾ എൻസൈമുകളെന്ന് പറയുമ്പോൾ പ്രോട്ടീൻസ് ആണ്. അപ്പോൾ അമിനോ ആസിഡുകളുടെ പോളിമറാണ് എൻസൈംസ്, വിച്ച് ആർ സിന്തസൈസ്ഡ് ഓൺ റൈബോസോംസ് അണ്ടർ കൺട്രോൾ ഓഫ് ജീൻസ്. അപ്പോൾ അത് ഇവിടെ മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ തെറ്റ്. അമിനോ ആസിഡുകളുടെ പോളിമറാണ്, അതായത് പ്രോട്ടീനാണ് എൻസൈംസ്. സോ അത് റോങ് ആണ്. ലെസിത്തിൻ ഇസ് എ ഫോസ്ഫോലിപ്പിഡ് കറക്റ്റാണ്. ബോണ്ട് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ആൻഡ് ഷുഗർ ഇൻ എ ന്യൂക്ലിയോടൈഡ് ഈസ് ആൻ എസ്റ്റർ ബോണ്ട്, അത് കറക്റ്റാണ്. അതായത് ഒരു ന്യൂക്ലിയോടൈഡിൽ പെൻറ്റോസ് ഷുഗറും ഫോസ്ഫേറ്റും തമ്മിലുള്ള ബോണ്ട് ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ്, അത് കറക്റ്റ്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 2 ആണ്. സോ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. Then question 199, which of the following gastric cells indirectly help in erythropoiesis? RBC പ്രൊഡക്ഷനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുന്ന സെൽ ഏത്? ഗ്യാസ്ട്രിക് സെൽ ഏത്? അപ്പോൾ അത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ഫെമിലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പെറൈറ്റൽ സെല്ലാണ്. പെറൈറ്റൽ സെല്ലിനെ ഓക്സിൻറ്റിക് സെല്ലെന്നും വിളിക്കും. അപ്പോൾ അത് ഇൻട്രൻസിക് ഫാക്ടറിൻ്റെ റിലീസ് നടത്തുന്നു. ഈ ഇൻട്രൻസിക് ഫാക്ടർ ഡയറ്ററി വൈറ്റമിൻ B12ൻ്റെ അബ്സോർപ്ഷൻ നടത്താൻ സഹായിക്കും. അപ്പോൾ വൈറ്റമിൻ B12 എന്ന് പറഞ്ഞാൽ റെഡ് മാരോസിൽ RBC മെച്ചുറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B12. അപ്പോൾ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ RBC മെച്ചുറേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. പെർനീഷ്യസ് അനീമിയ എന്ന ഡിസീസ് ഡെവലപ്പ് ചെയ്യും. സോ ഇൻഡയറക്റ്റായിട്ട് എറിത്രോപോയിസിസിൽ ഹെൽപ്പ് ചെയ്യുന്ന സെൽ പെറൈറ്റൽ സെല്ലാണ്. ബാക്കി ചീഫ് സെൽസ് പെപ്സിനോജൻ, പ്രോറെനിൻ ഇതൊക്കെ റിലീസ് ചെയ്യുന്ന എൻസൈമാണ്, റിലീസ് ചെയ്യുന്ന സെല്ലാണ് ചീഫ് സെൽ. മ്യൂക്കസ് നെക്ക് സെൽസ്, മ്യൂക്കസും ബൈകാർബണേറ്റ് അയോൺസും റിലീസ് ചെയ്യും. പിന്നെ മ്യൂക്കോസ, GI ട്രാക്റ്റിൻ്റെ മ്യൂക്കോസയിൽ കാണുന്ന മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകളാണ് ഗോബ്ലെറ്റ് സെൽസ്. ദെൻ ക്വസ്റ്റ്യൻ 200 ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദി സെൻട്രൽ പാർട്ട് ഓഫ് തിക്ക് ഫിലമെൻറ്റ് ഓവർലാപ്ഡ് ബൈ തിൻ ഫിലമെൻറ്റ്സ് ഈസ് കോൾഡ് എഡ്ജ് സോൺ, തെറ്റല്ലേ? ഇപ്പം തിക്ക് ഫിലമെൻറ്റ് എന്ന് പറയുമ്പോൾ തിക്ക് ഫിലമെൻറ്റ് ഇരിക്കുന്ന ബാൻഡാണ് എ ബാൻഡ്. എ ബാൻഡിൻ്റെ നടുക്ക് തിൻ ഫിലമെൻറ്റുകളുടെ ഓവർലാപ്പിംഗ് ഇല്ലാത്ത പാർട്ട്, അതായത് മയോസിൻ ഫിലമെൻറ്റുകൾ മാത്രമുള്ള പാർട്ടാണ് എഡ്ജ് സോൺ. അപ്പോൾ ഇവിടെ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. അറ്റ് ദി സെൻറ്റർ ഓഫ് ഈച്ച് ഐ ബാൻഡ് ഇസ് എൻ ഇൻഇലാസ്റ്റിക് ഫൈബർ കോൾഡ് ഇസഡ് ലൈൻ വിച്ച് ബൈസെക്ട്സ് ഇറ്റ്. അപ്പോൾ ഐ ബാൻഡുകളെ ബൈസെക്റ്റ് ചെയ്യുന്ന വരയാണ് ഇസഡ് ലൈൻ, അത് കറക്റ്റാണ്. ബട്ട് ഇസഡ് ലൈൻ ഈസ് ഇലാസ്റ്റിക് പ്രോട്ടീൻ ഫൈബറാണ്, ഇൻഇലാസ്റ്റിക് അല്ല. അപ്പോൾ അത് തെറ്റ്. ദെൻ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആർ തിക്കർ ആസ് കമ്പയർഡ് ടു മയോസിൻ ഫിലമെൻറ്റ്സ്, അതും തെറ്റാണ്. മയോസിൻ ഫിലമെൻറ്റ്സ് ആണ്
തിക്ക് ഫിലമെൻറ്റ്സ്. ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആർ തിൻ ഫിലമെൻറ്റ്സ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റുകളും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ഓൾ ഓഫ് ദീസ് എന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഓപ്ഷൻ 4 ആണ് ആൻസർ. അങ്ങനെ നമ്മുടെ സുവോളജി പാർട്ടിൽ വരുന്ന 50 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ജസ്റ്റ് കെയർഫുൾ റീഡിംഗ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ബാക്കി ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.